നമുക്കിനി മണിപ്പൂരിലേക്ക് പോകാം. അവിടെ വീണ്ടും സംഘർഷമാണ്. ചുരാചന്ദ്പൂരിൽ പാസ്റ്റർമാർ യാത്ര ചെയ്ത വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. 3 പാസ്റ്റർമാർ കൊല്ലപ്പെട്ടു. കുക്കി വിഭാഗത്തിൽപ്പെട്ടവരാണ് കൊല്ലപ്പെട്ടത്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. അഭിനന്ദ, ഈ കുക്കി മെയ്തേ വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു നാളുകൾ നീണ്ടു നിന്നിട്ടുള്ള ഒരു പോരാട്ടം നമ്മളത് കണ്ടതാണ്. അവർ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. തീ പിടിച്ച നാളുകളായിരുന്നു അതെല്ലാം. പലതരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടും അശാന്തമായി തന്നെ തുടരുകയായിരുന്നു മണിപ്പൂർ. ഇപ്പോൾ ഇതാ കുക്കി നാഗാ വിഭാഗങ്ങൾ തമ്മിലാണ് പോരാട്ടം. ഇതാ 3 പാസ്റ്റർമാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. മണിപ്പൂരിൽ എന്നാണ് ഒരു സമാധാനം പുലരുക? അഭിനന്ദൻ. ഷിഗാസ്, കാലം ഇത്രയായിട്ടും ഓരോ ദിവസം പിന്നിടുമ്പോഴും മണിപ്പൂരിൽ സമാധാനം പുലരുന്നില്ല എന്നതാണ് ഏറെ ആശങ്കപ്പെടുന്ന സാഹചര്യം. അവിടെ ഒരു ഭരണം ഇല്ലാതിരുന്നു. രാഷ്ട്രപതി ഭരണമായിരുന്നു ഏറെക്കാലമായി ഉണ്ടായത്. രാഷ്ട്രപതി ഭരണത്തിന് ശേഷം ഒരു സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നു, പുതിയ മുഖ്യമന്ത്രി വരുന്നു. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ സമാധാന സാധ്യത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിടത്ത് സമാധാനം ഇല്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി വഷളാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കുക്കി മെയ്തേ വിഭാഗങ്ങൾ തമ്മിലായിരുന്നു ആദ്യഘട്ടത്തിൽ സംഘർഷമെങ്കിൽ ഇപ്പോൾ കുക്കി നാഗ വിഭാഗങ്ങൾ തമ്മിലാണ് സംഘർഷം. ആ സംഘർഷത്തിന് ഇന്ന് ഇരയായത് 3 പാസ്റ്റർമാരാണ്. 6 പാസ്റ്റർമാരടങ്ങിയ വാഹനം അത് പോയത് ചുരാചന്ദ്പൂരിൽ നിന്ന് കാങ്പോപ്പി ജില്ലയിലേക്ക് ഇന്റർ അസോസിയേഷൻ സഭായോഗത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. ആ പാസ്റ്റർമാരിൽ 3 പേർക്കാണ് വെടിയേറ്റത്. നാഗ വിഭാഗത്തിലുള്ള കുറച്ചു പേർ വെടിയുതിർത്തു എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. പ്രതികളെ ഇപ്പോഴും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. 3 പാസ്റ്റർമാർ തൽക്ഷണം മരിച്ചു. ബാക്കി 3 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഒരാൾ അപകടനില തരണം ചെയ്തതായും പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തെ അപലപിച്ച് കാത്തോലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ അടക്കമുള്ള ക്രൈസ്തവ സഭകൾ രംഗത്തെത്തിയിട്ടുണ്ട്. കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് തന്നെയാണ് ഇവർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള സംഘർഷങ്ങൾ അത് നമ്മൾ കണ്ടതാണ്. BSF ജവാന്റെ മക്കളെ ഉൾപ്പെടെ വധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൊല്ലപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പിന്നാലെ പ്രതിഷേധങ്ങൾ പിന്നൊരു അതൊരു അഗ്നി പോലെ ജ്വലിച്ച് പല സ്ഥലങ്ങളിലേക്കും എത്തി ആളുകളുടെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നിരവധി ദൃശ്യങ്ങൾ മണിപ്പൂരിൽ നിന്ന് നമ്മൾ ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് 3 പാസ്റ്റർമാരെ കൊലപ്പെടുത്തിയതായിട്ടുള്ള അവർ ക്രൈസ്തവ സഭയുടെ യോഗത്തിന് പങ്കെടുക്കാൻ പോയതെന്ന് കൃത്യമായി അറിഞ്ഞിട്ട് ഇവരെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒരു വിഭാഗം എത്തുകയും അവർ മറഞ്ഞിരിഞ്ഞ കാര്യം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തത്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും പോലീസിനെയും ഒക്കെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നത്. ഷിഹാസ്, ശരി. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. മണിപ്പൂർ അശാന്തമായി തുടരുകയാണ്. 2 വിഭാഗങ്ങളായി തിരിഞ്ഞുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്.